നിവിൻ പോളി നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പ്രതിച്ഛായ എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ മാത്രമല്ല, അതിന്റെ ടൈറ്റിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. മോഹൻലാലാണ് ഔദ്യോഗികമായിട്ട് ടൈറ്റിലും ട്രെയിലറും ഒക്കെ റിലീസ് ചെയ്തത്. മലയാള സിനിമയിലെ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. നമുക്കൊരു റിപ്പോർട്ട് കാണാം. സാറിന് അവനെ പറ്റി എന്താ അറിയാം? എന്നെ പറ്റിയോ? രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. ബി ഉണ്ണികൃഷ്ണൻ നിവിൻ പോളിയെ നായകനാക്കി ഒരുക്കുന്ന ചിത്രമാണ് പ്രതിച്ഛായ. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ മോഹൻലാലാണ് ചിത്രത്തിന്റെ ട്രെയിലറും ടൈറ്റിലും പുറത്തിറക്കിയത്. ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ ഇറങ്ങാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ചിത്രമാണ് പ്രതിച്ഛായ. ചിത്രം വൻ വിജയമാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ച് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ. ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ചിത്രം. മലയാളികൾ ഒന്നടങ്കം ചിത്രത്തെ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും നിവിൻ പോളി പറഞ്ഞു. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്ത റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകനും മകനെ കംപ്ലീറ്റ് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു അച്ഛൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ലെറ്റ് ദ സിനിമ സ്പീക്ക് ടു യു. പക്ഷേ ഒരു കാര്യം പറയാം, വലിയ മുതൽ മുടക്കുള്ളൊരു സിനിമയാണ് ഇത്. ഒരു പ്രൊപ്പഗൻഡയുമില്ല. തീർച്ചയായിട്ടും സമൂഹത്തിൽ നമ്മൾ കാണുന്ന പല സന്ദർഭങ്ങളും പല ആളുകളുടെ ഷെയ്ഡ്സും ഇതിലെ കഥാപാത്രങ്ങളുണ്ടാവും. പക്ഷെ 100% ഇത് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. കേരളത്തിലെ ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത്. വെള്ളിത്തിരയിലെ വൻ താരനിരകളാണ് ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. അഭിനയ ജീവിതത്തിൽ 50 വർഷങ്ങൾ തികച്ച ബാലചന്ദ്ര മേനോൻ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി 90ഓളം ദിവസങ്ങളെടുത്താണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ശ്രീ ഗോകുലം മൂവീസ്, RD ഇലുമിനേഷൻസ്, LLP എന്നീ ബാനറുകളിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. പ്രൗഢഗംഭീരമായ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ വെച്ച് മോഹൻലാലിനെ ആദരിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.